ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും വെറുപ്പിക്കലായിട്ട് തോന്നിയ സംഭവം എന്ന് പറയുന്നത് പുള്ളി ഞാൻ കാണിച്ച പുള്ളി ആക്ച്വലി കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ യൂസ് ചെയ്യണം ഫുൾ ബ്രൈറ്റ്നസ്സിൽ. ട്രിവാൻഡ്രത്ത് പാറ്റൂര് ഉള്ള ആർടെക് മോള് സ്ക്രീൻ 1 പോയത്. ഡോൾബി 7.1 ആണ് അവരുടെ സിസ്റ്റം എന്ന് പറയപ്പെടുന്നു. ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തൊരു സൗണ്ട് സിസ്റ്റം ആയിരുന്നു അവിടെ ഉള്ളത്. എനിക്ക് സിനിമ ഒട്ടും വർക്കായില്ല. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് എമ്പുരാൻ കാണാൻ പോയി. അപ്പോൾ മൂവിയുടെ ഒരുപാട് റിവ്യൂസ് വന്നതാണ്, പോസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ മൂവിയുടെ റിവ്യൂ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിനെക്കാട്ടിയും എനിക്കിത് മൂവി എന്തുകൊണ്ട് വർക്കായില്ല എന്നുള്ള മാത്രം ഞാൻ പറയാം. എനിക്കുണ്ടൊരു മോശം എക്സ്പീരിയൻസ് ഞാൻ ആദ്യം പറയാം. ഞാൻ പടം കാണാൻ പോയത് ആർടെക് മോളിലാണ്, അതായത് ട്രിവാൻഡ്രത്ത് പാറ്റൂര് ഉള്ള ആർടെക് മോള് സ്ക്രീൻ 1 പോയത്. ഡോൾബി 7.1 ആണ് അവരുടെ സിസ്റ്റം എന്ന് പറയപ്പെടുന്നു. സംഭവം ഞാൻ കാണാൻ കയറി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ മുരളി ഗോപിയുടെ ഒരു ഇൻട്രോ ജസ്റ്റ് പറയും. അതായത് ജസ്റ്റ് ഇതിനെപ്പറ്റി പറയുന്നതും കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് 2 ലൈൻ 3 ലൈൻ എന്തോ ഉള്ളൂ. അതിനകത്ത് ആകെ ഞാൻ കേട്ടത് ഖുറൈഷി എബ്രഹാം എന്നൊരു വാക്ക് കേട്ടു. പുള്ളി പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്ന പോലുമില്ല. കാരണം ഇതൊരു മുഴക്കം പോലെ എന്തൊക്കെയോ സംഭവങ്ങൾ കേൾക്കുന്നുണ്ട്. പിന്നെ ഒരു ഇൻട്രോ സീൻ വരുമ്പോഴേക്കും 2-3 ഹെലികോപ്റ്റേഴ്സ് വരുന്നുണ്ട്. അത്യാവശ്യം ഈ ഹെലികോപ്റ്റേഴ്സ് വരുന്നത് നമുക്ക് ഫീൽ ചെയ്യത്തൊന്നുമില്ല, എന്തൊക്കെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു മുഴക്കം പോലെ കേട്ടോണ്ട് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തൊരു സൗണ്ട് സിസ്റ്റം ആയിരുന്നു അവിടെ ഉള്ളത്. ഒരു ഡയലോഗ്സ് ഇപ്പം ഹിന്ദി ഇംഗ്ലീഷും ഓൾമോസ്റ്റ് മൂവിയുടെ ഒരു പകുതി റൺ ടൈമിലും ഹിന്ദി ഇംഗ്ലീഷുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് പകരം അതിന് ഇതായിട്ട് ഒരു സബ്ടൈറ്റിൽ മലയാളത്തിൽ സബ്ടൈറ്റിൽ എഴുതി കാണിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാകും. മീൻസ് ലാംഗ്വേജിൽ എന്തെങ്കിലും ഇഷ്യൂ ഉള്ളവർക്ക് സബ്ടൈറ്റിൽ വായിക്കാം എന്നുള്ളൊരു ഐഡിയോളജിയിലാണ്. ബാക്കി സിനിമയുടെ പകുതി ഭാഗം മലയാളത്തിലാണ്. ഈ മലയാളം സബ്ടൈറ്റിലില്ല. അത് ശരിക്കും പറഞ്ഞാൽ എന്താണ് സംഭവം എന്ന് മനസ്സിലാവണമെങ്കിൽ ഈ പറയുന്ന സ്ക്രീനിൽ വന്ന് കണ്ടു നോക്കണം. കാരണം മലയാളം പറയുന്നത് മനസ്സിലാവുന്നില്ല. ഇപ്പം ലാലേട്ടൻ്റെ സൗണ്ട് ആക്ച്വലി ഫെമിലിയർ ആയതുകൊണ്ട് പുള്ളി പറയുന്നതൊക്കെ നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും. എനിക്ക് പകുതി മനസ്സിലായില്ലെന്ന് ചോദിച്ചാൽ എന്തൊക്കെയോ മനസ്സിലായി, എന്തൊക്കെയോ കേട്ടു. പടം മൊത്തം കണ്ടു എന്ന് പറയാം, കേട്ടു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അത്രയും മോശം സ്പീക്കേഴ്സ് എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. സ്പീക്കേഴ്സിന് സിനിമയുടെ സൗണ്ട് അല്ല, വേറെ എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് എന്താണെന്ന് അറിയത്തില്ല. ഈ ടിക്കറ്റിന്റെ പ്രൈസിങ്ങിനെ പറ്റി പറയാം. ഞാൻ എടുത്തത് ആക്ച്വലി ഏറ്റവും ലാസ്റ്റ് റോ ആണ്. ഏറ്റവും ലാസ്റ്റ് റോ അല്ല, തൊട്ട് മുന്നേ ഉള്ള റോ. അതുവരെ 240 രൂപയാണ് ടിക്കറ്റ്. അതിന് തൊട്ട് ബാക്കിൽ റോ ഉണ്ട് 300 സംതിങ് എത്രയാണ് ടിക്കറ്റിന്റെ വില, 300-350 എന്തോ ആണ്. ഞാൻ തിരിഞ്ഞു നോക്കി സെയിം സീറ്റ് തന്നെ, അതായത് ഈ സീറ്റ് തന്നെയാണ് ബാക്കിലിരിക്കുന്നത്. നോർമലി പല സ്ക്രീനുകളിലും ലാസ്റ്റ് റോ വരുമ്പോൾ സോഫ വന്നിട്ട് പ്രൈസ് കൂട്ടാറുണ്ട്, സ്വാഭാവികമാണ്. ഇത് സെയിം സീറ്റ് എടുത്ത് വെച്ചിട്ട് പ്രൈസ് കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. അത് പിന്നെ പോട്ടെന്നൊക്കെ നിങ്ങൾ എന്ത് പ്രൈസിങ് കാണിച്ചു. ഇപ്പം ട്രിവാൻഡ്രത്ത് എനിക്ക് തോന്നുന്നു, ട്രിവാൻഡ്രത്ത് തന്നെ കേരളത്തിൽ തന്നെ ബെസ്റ്റ് തിയേറ്റേഴ്സിന് ഒന്ന് ഏരീസ് പ്ലക്സ് ആണ്. അവിടെ 160 തൊട്ട് 180 ചാർജ് ചെയ്യപ്പെടുന്നത് ഏറ്റവും ബെസ്റ്റ് സിസ്റ്റം വെച്ചിട്ട്. അതുപോലൊരു സിസ്റ്റം വെക്കണമെന്നോ നിങ്ങൾ അതുപോലെ അപ്ഗ്രേഡ് ചെയ്യണമെന്നോ ഒന്നും പറയുന്നില്ല. നിങ്ങൾ ആ പ്രൈസിങ് പോലും ആക്കണ്ട. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 5.1 ശരിയാക്കി വെക്കണ്ടേ. ഇപ്പോൾ കയ്യിലിരിക്കുന്ന 7.1 ഡോൾബി സിസ്റ്റം വർക്കിംഗ് അല്ല. അത് ഒരു യൂസ്ലെസ് ആയിട്ടുള്ള സാധനമാണ്. കാരണം നിങ്ങൾ ഇതുപോലെ എനിക്ക് ആ മൂവി ആക്ച്വലി ഒരു ആവറേജ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് എന്ന് പറയാൻ പറ്റും. ഒരു ആവറേജ് മൂവി എക്സ്പീരിയൻസ് ആയിരുന്നു സംഭവം. ഈ മൂവിയെ വളരെ മോശം മൂവി ആക്കാൻ പറ്റും ഇതുപോലൊരു സിസ്റ്റം നിങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിൽ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയ ഒരു വലിയ ഘടകം എന്ന് പറഞ്ഞാൽ, മൂവിയുടെ ഘടകം വേറെ, ഇത് സ്പോയിൽ ചെയ്യാൻ പറ്റിയൊരു ഘടകം. നിങ്ങളിപ്പോൾ മൂവി കാണാൻ പോകുന്നതിന് പല റീസൺസ് കാണും. ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട്, ലൂസിഫർ സിനിമ അത്യാവശ്യം നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു മൂവിയാണ്. അതിന്റെ സെക്കൻഡ് പാർട്ട് എന്നുള്ളത് ഒരു ഘടകമായിരിക്കും. ചിലപ്പോൾ ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും പോകുന്നത്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും നിങ്ങൾ 90% ആൾക്കാരും പോകുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സംഭവത്തിൽ വരുമ്പോഴും മെയിൻ പരിപാടി കിടക്കുന്നത് ഈ പുള്ളിയെ കാണുമ്പോഴാണ്. ഈ സിനിമ തുടങ്ങി ഒരു മണിക്കൂറോളം എടുക്കും മോഹൻലാൽ വരാൻ വേണ്ടി സ്ക്രീനിൽ. ഈ ഇൻട്രോ സീനിൽ ആൾക്കാർ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്ത് ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ആക്ച്വലി പിന്നെ എന്തിനാണ് വരുന്നത്? ഞാൻ ഈ സ്റ്റാർട്ടിങ്ങിൽ ഒരു വീഡിയോ കാണിച്ചില്ലേ, ഇതൊരു ആക്ച്വലി ലേഡിയാണ് ചെയ്യുന്നത്. ഞാൻ ആ ലേഡി മാത്രം എടുത്തു പറഞ്ഞല്ല, പല സംഭവം ചെയ്യുന്നുണ്ട്. കാരണം ഇത് ശീലമായി. കാരണം ഇപ്പോൾ ഇൻട്രോ ഒക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇടുന്നവരുണ്ട്. അതായത് ഇൻട്രോ സീൻ വരുമ്പോഴോ ഒരു മെയിൻ സീൻ അല്ലെങ്കിൽ ഒരു ഇൻ്റർവൽ ട്വിസ്റ്റ് ഇതൊക്കെ എടുത്ത് സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നവർ അപ്പം തന്നെ എടുക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു, സ്റ്റാറ്റസ് ഇടുന്നു, കഴിഞ്ഞു. ഇത് കണ്ട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കണ്ട് ശീലമായി. ഈ കാണിച്ച സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തതെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പുള്ളി, ഞാൻ കാണിച്ച പുള്ളി ആക്ച്വലി കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ യൂസ് ആണ് ഫുൾ ബ്രൈറ്റ്നസ്സിൽ. തൊട്ട് ബാക്കിലിരിക്കുന്നവർക്ക് എന്ത് അരോചകമാകും എന്നുള്ളത് ഒരു പുള്ളി കൺസിഡർ ചെയ്യുന്നില്ലായിരിക്കും. അത് അവരുടെ ചോയ്സ് ആണ്. പക്ഷേ ഈ ചോയ്സ് ആകുമ്പോഴും ഒരു സാമാന്യ ബോധം എന്ന് പറയുന്ന സാധനം നമുക്ക് വേണം. കാരണം അത് നമുക്കൊരു PhD ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഇത്ര വലിയ ഡിഗ്രി എടുത്തതുകൊണ്ടോ കാര്യമില്ല. നമുക്കതൊരു ബേസിക് മാനേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാനിപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടല്ലേ കാണുന്നതെന്ന് ചോദിച്ചാൽ ആണ്, നിങ്ങളെപ്പോലെ തന്നെയാണ് ബാക്കിയുള്ളവരും ടിക്കറ്റ് എടുത്ത് കാണുന്നത്. അപ്പോൾ അവർക്കൊരു മിനിമം റെസ്പെക്റ്റ് കൊടുക്കണം. കാരണം അത് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു സ്ക്രീന് അവിടെ സിനിമ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലും ബ്രൈറ്റ് ആയിട്ട് ആ സ്ക്രീനിൽ നിങ്ങൾ ആ വീഡിയോ ജസ്റ്റ് കണ്ടാൽ മനസ്സിലാവും. ആ പ്രൊജക്ടറിൽ നിന്ന് വരുന്ന ലൈറ്റിനെക്കാട്ടിയും
ഒരു പ്രകാശമുള്ള ഒരു ലൈറ്റാണ് ഈ പുള്ളിയുടെ ഫോണിൽ നിന്ന് വരുന്നത്. ചുറ്റും ഇരിക്കുന്ന ആൾക്കാരുടെ കണ്ണിന് സ്ട്രെയിൻ ആവും എന്നുള്ളത് പോട്ടെ, സ്വന്തം കണ്ണിനെങ്കിലും സ്ട്രെയിൻ മാറ്റണ്ടേ? അറ്റ്ലീസ്റ്റ് അത് ചെയ്യാതിരിക്കുക, ഇല്ലാതൊന്നും പറയുകയില്ല. കാരണം ഞാൻ സിനിമയിൽ നിന്ന് ഡിസ്ട്രാക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഓരോ നല്ല സീൻ വരുമ്പോഴും എൻ്റെ കണ്ണിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് അത്രയും ബ്രൈറ്റ് ആണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ സംഭവം. അപ്പോൾ ഇനി നമുക്ക് സിനിമയെ പറ്റി പറയാം. സിനിമ ആക്ച്വലി എനിക്ക് ഒട്ടും വർക്കായില്ല. അപ്പോൾ എനിക്ക് അതിൻ്റെ റീസണായിട്ട് എനിക്ക് തോന്നുന്നത് ലൂസിഫർ വർക്കായത് കാരണം അതിലെ ക്യാരക്ടേഴ്സും സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞ ക്യാരക്ടറുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അതായത് ഈ പുള്ളി എല്ലാവരിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസോ ഒരു ക്യാരക്ടർ കണക്റ്റോ ഈ സിനിമയിലില്ല. ഇതൊരു ഏലിയൻ ഫീലാണ് വരുന്നത്. അതായത് ഖുറൈഷി എബ്രഹാം എന്ന ക്യാരക്ടർ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല, ഒരു മാസ് ഇമ്പാക്റ്റ് ഇല്ല. കാരണം അത്രയും ഗ്രാൻഡായിട്ടുള്ള ഇൻട്രോ കൊടുത്തിട്ട് പോലും ഇൻട്രോ കഴിഞ്ഞിട്ട് എന്തെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ലൂസിഫർ എന്ന സിനിമയിൽ ആക്ച്വലി ലാലേട്ടൻ ഒരു 40 മിനിറ്റ് എന്തോ ഉള്ളൂ. സ്റ്റിൽ ആ സിനിമ മൊത്തത്തിൽ പുള്ളി ഉള്ള പോലൊരു ഫീല് നമുക്ക് കിട്ടും. ഇതിലും അതേപോലെ ഒരു 30 മിനിറ്റോ 25 മിനിറ്റോ ആ റേഞ്ചിലൊരു റൺ ടൈമിൽ പുള്ളി ഉള്ളൂ എങ്കിലും പുള്ളി നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യുന്നില്ല. കാരണം ആ ക്യാരക്ടറിനകത്തോ അതിൻ്റെ ക്യാരക്ടറിൻ്റെ ഡെപ്തോ ഒരു പരിപാടി ഒന്നുമില്ല ഇതിൽ ആക്ച്വലി. പിന്നെ ഈ പൊളിറ്റിക്കൽ സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മുടെ രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സെൻട്രലായാലും സ്റ്റേറ്റിലായാലും അത്യാവശ്യം നല്ല രീതിക്ക് കൊട്ടിയാണ് സംസാരിച്ചിരിക്കുന്നത്. ഡയലോഗ്സും കാര്യങ്ങളെല്ലാം അത്യാവശ്യം സ്ട്രോങ് ആണ്, വിഷ്വൽസും. പക്ഷെ അതേ സമയത്ത് ഇപ്പം ഭരിക്കുന്നില്ല എന്നുള്ള പാർട്ടിയെ ഒന്ന് ചായ്വ് പോലെയും തോന്നിയിട്ടുണ്ട്. കാരണം അവർ വലിയ കുഴപ്പമില്ല, ബാക്കി രണ്ടുപേരുമാണ് പ്രശ്നം എന്നുള്ള രീതിയിലൊരു അങ്ങനത്തെ ഒരു ആംഗിളിലാണ് ഇതിൻ്റെ പൊളിറ്റിക്സ് പോയേക്കുന്നത്. അത് ചിലപ്പോൾ മുരളി ഗോപിയുടെ പൊളിറ്റിക്സ് അങ്ങനെ ആയിരിക്കും. അതൊക്കെ റിലേറ്റബിൾ ആണ്. ഇപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ചോയ്സ് കാണും, ഒരാളുടെ വ്യൂ പോയിന്റ്സ് കാണും. അതൊക്കെ ബേസിക് കാര്യങ്ങളാണ്, അതൊന്നും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഈ സിനിമ ഇമ്പാക്റ്റ്ഫുൾ ആവാത്തത് ആക്ച്വലി ഈ പൊളിറ്റിക്കൽ സൈഡ് ഇങ്ങനെ ഉള്ളത് കൊണ്ടൊന്നുമല്ല. ഈ ഒരു ക്യാരക്ടർ കണക്ട് എന്നൊരു സംഭവം വേണം. ഇപ്പം നമ്മളൊരു റിവെഞ്ച് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ക്യാരക്ടറിനോട് നിന്നാലേ ആ റിവെഞ്ചിന് വാല്യൂ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ എന്തൊക്കെയോ കാണിക്കുന്നു എന്നൊരു ഫീല് വന്നാൽ പിന്നെ നമുക്ക് ആ ഇത്രയും സിനിമ മൊത്തം എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു കാര്യമുള്ളതായിപ്പോൾ. ഇനി മ്യൂസിക് സൈഡ് വരുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എന്തൊക്കെയോ മ്യൂസിക്കിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ആ വില്ലൻ ക്യാരക്ടർ ചെയ്ത പുള്ളിക്കുള്ള BGM ഒക്കെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ആക്ച്വലി എനിക്ക് ഒരു ഊഹിച്ചെടുത്ത് ഇഷ്ടപ്പെടുന്നതാണ്. ഇങ്ങനെ ആയിരിക്കും BGM എന്ന് തോന്നുന്നില്ല വരെ. കാരണം BGM ഒന്നും മനസ്സിലാവുന്നില്ല, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഈ 2-3 സോങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ബിറ്റ്സ് ആയിട്ടുള്ള. ഈ ബിറ്റ്സ് വരുമ്പോഴെല്ലാം വോയിസ് ഇല്ല. വോയിസ് എന്ന് പറയുന്നത് എന്തോ ഒരു മുഴക്കം പോലെ, ലിറിക്സ് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തൊക്കെയോ ഒരു മുഴക്കങ്ങൾ കേട്ടോണ്ടിരിക്കുന്നു. അതിനാ സ്പീക്കറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. സിനിമയുടെ മൊത്തത്തിലുള്ള ആവറേജ് എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ബിലോ ആവറേജ് ഫീലാണ് വന്നത്. അതൊരു ഹെബോ ആവറേജ് ഫീല് വരണം എന്നുണ്ടായിരുന്നു ഞാനൊരു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള തിയേറ്ററിൽ കാണണമായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഓഡിയൻസിനൂടെ കാണുമായിരുന്നു. ഫുൾ ടൈം ഫോണും അവരുടെ മനസ്സ് വേറെ എവിടെയാണ്. അപ്പോൾ ബാക്കി ആൾക്കാർ ഫോൺ എടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്, വെക്കുന്നുണ്ട്. ഒരു മാക്സിമം ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ്, അതൊക്കെ റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ മിനിമം മര്യാദ ചെയ്യേണ്ടത് ഞാൻ അറ്റ്ലീസ്റ്റ് വെളി ഇറങ്ങിപ്പോയി കോൾ വിളിച്ചിട്ട് വരിക, അല്ലെങ്കിൽ കോൾ സൈലന്റ് ഇടുക എന്നുള്ളതാണ് എൻ്റെ മര്യാദ. പക്ഷേ ഇത് ആക്ച്വലി ഞാൻ എനിക്ക് കുറച്ചൊക്കെ കാണാമായിരുന്നു. അവരുടെ പുള്ളിയുടെ ഫോൺ എനിക്ക് ആക്ച്വലി കാണാൻ പറ്റുന്നത്. പുള്ളി വാട്സപ്പ് ഗ്രൂപ്പുകൾ എന്തൊക്കെ മെസ്സേജൊക്കെ ചെക്ക് ചെയ്യുന്നത്, മെയിൽ ചെക്ക് ചെയ്യുന്നത്, അങ്ങനെ എന്തൊക്കെയോ കുറേ പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ മൂവിയിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഇതിലോട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ മൂവിയെ പറ്റി ഒരുപാട് കുറ്റം പറയുന്നതിനെക്കാട്ടിയും എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആക്ച്വലി ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇതുപോലൊരു പ്രവൃത്തി ചെയ്യാതിരിക്കുക. ഞാൻ വർഷങ്ങളായിട്ട് തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഞാനിത് ഈ ഇടയ്ക്കൊക്കെ ആയിട്ട് കണ്ടു തുടങ്ങിയ ഒരു പ്രവണതയാണ്. ഇപ്പം സ്റ്റാറ്റസ് ഇടുക എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതൊക്കെ ഇപ്പം നമുക്ക് ഒരിക്കലും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയൊക്കെ ഇത്രയും കത്തി നിൽക്കുന്ന സമയത്ത് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല. പക്ഷേ അതേ സമയത്ത് മാറ്റി വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുക എന്ന് പറഞ്ഞതും, നമുക്ക് മെയിൽ ചെക്ക് ചെയ്യുക, ഇതൊക്കെ ചെക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. നമുക്ക് ഇപ്പോൾ ഈ സിനിമ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇൻ്റർവെല്ലും ചെയ്യുന്നത് ഇൻ്റർവെല്ലും ചെയ്യാമല്ലോ. അതിന് നമുക്ക് ഒരു ബ്രേക്ക് കിട്ടുന്നുണ്ട്. ഇതൊരു വലിയ ഒരു പടം, ഇത്രയും ഹൈപ്പുള്ളൊരു പടത്തിന് ടിക്കറ്റും എടുത്ത് വന്ന് കയറി ഇരുന്നിട്ട് ഇൻട്രോ സീനിൽ തന്നെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വന്നതിനൊരു അർത്ഥമില്ലാതായിപ്പോൾ. പിന്നെ ഞാൻ തീരുമാനം എടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി എത്ര ഹൈപ്പുള്ള, ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ പോകേണ്ടി വന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഏരിയസിലൊന്നും ടിക്കറ്റ് കിട്ടിയില്ല. അത്യാവശ്യം നല്ല ഹൈപ്പുള്ളതുകൊണ്ട് ബുക്കിംഗ് ഉണ്ട്. പിന്നെ ഈ കട്ടിൻ്റെ ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ നല്ല പോലെ ടിക്കറ്റ് ഹൈക്കും വന്നിട്ടുണ്ട്, ടിക്കറ്റ് ഡിമാൻഡ് ഹൈക്ക് വന്നിട്ടുണ്ട് ആക്ച്വലി. കാരണം പടം ഇറങ്ങി പിന്നെ 4-ാം ദിവസം തോന്നുന്നു, വ്യാഴാഴ്ച ഇറങ്ങി സൺഡേ ആകുമ്പോൾ 4-ാം ദിവസമാണ്. സ്റ്റിൽ നല്ല റേഞ്ചിലാണ് ഈ ബുക്കിംഗ് വെക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതാണ് ഞാൻ ഈ സ്ക്രീൻ എടുത്തത്. ഇനി എത്ര ഹൈപ്പുള്ള പടം വന്നാലും ഞാൻ എന്തായാലും ഇനി ഈ സ്ക്രീനിലേക്ക് പോകില്ല. കാരണം അത്രയും മോശം എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ സ്ക്രീൻ കാരണം കിട്ടിയത്. പിന്നെ ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.